ഇന്നത്തെ രാവൊന്ന് പരിഗണിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം കയ്യും കണക്കുമില്ലാത്ത നേട്ടങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ഭൂമിയിൽ രണ്ട് പെരുന്നാളുണ്ടെങ്കിൽ മലക്കുകൾക്കും ആകാശലോകത്തെ രണ്ട് പെരുന്നാളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാൾ. ഇന്നത്തെ രാത്രി അത് മലക്കുകളുടെ പെരുന്നാളാണ്. മലക്കുകൾക്ക് രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ, മറ്റൊന്ന് ലൈലത്തുൽ ബറാത്ത്. അത് ഇന്നത്തെ രാത്രിയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സൂര്യൻ അസ്തമിക്കലോടുകൂടി വീണ്ടും വരാൻ പോകുന്നത് അത്ഭുതകരമായ രാത്രിയാണ്. ഇന്നത്തെ രാത്രി അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളുണ്ട്, നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. ഇന്ന് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന ദിവസമാണ്. അള്ളാഹുവിന്റെ ചോദ്യം സുബ്ഹി വരെ ഇന്നുണ്ടായിരിക്കും. അലാ മിൻ മുസ്തഗ്ഫിർ ലി, ആരാണ് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നത്? ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്കിന്ന് പൊരുത്തു കൊടുക്കും. നാം പാപികളാണ്, ദോഷികളാണ്. ഇന്നത്തെ അവസരം നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനോട് കാര്യമായ അള്ളാഹ്, എണ്ണമില്ലാത്ത പാവം ചെയ്ത ഒരു അടിമയാണ് റബ്ബേ, എന്റെ സർവ പാവങ്ങൾ പൊരുതു തരണേ അല്ലാഹ്. അലാ മിൻ മുസ്തർസിഖിൻ, ആരാണ് എന്നോട് ഇന്ന് റിസ്ക് ചോദിക്കുന്നത്? ഫർസുഖ് ലഹു, അവനിക്ക് ഞാൻ ഇന്ന് റിസ്ക് നൽകുമെന്നുള്ളതാണ്. നാം വലിയ പ്രയാസത്തിലുള്ളവരാണ്. പലവിധ പ്രയാസങ്ങളുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, പലവിധ പ്രശ്നങ്ങൾ. അള്ളാഹുവിനോട് ഇന്ന് നാം റിസ്ക്കിനെ ചോദിക്കണം. നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം അള്ളാഹു ഇന്ന് നമുക്ക് ശരിയാക്കി തരും. അള്ളാഹുവിന് ചോദിക്കുന്നു, ആര് ചോദിക്കുന്നു അവർക്ക് ഇന്ന് ഞാൻ റിസ്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത്. അതേപോലെ അല മുബ്തലിൻ, ആരാണ് ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുള്ളത്? ഞാൻ അവനെ ഇന്ന് രക്ഷപ്പെടുത്തും, അവന് കാഫിയത്ത് നൽകും. രോഗികൾ, അങ്ങനെ പലവിധ സങ്കടങ്ങൾ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു അവസരമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. നന്നായി ഉപയോഗപ്പെടുത്തുക. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചോദിച്ചുകൊണ്ടേയിരിക്കും സുബ്ഹി വരെ, അല്ലാഹ് പാവങ്ങൾ പൊറുക്ക റബ്ബേ, റിസ്കിൽ വിശാലത നൽകുക അല്ലാഹ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഉള്ളവരുണ്ട്, അവരൊക്കെ രോഗികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരിയായി കിട്ടാൻ ഇന്നത്തെ രാത്രി ഉപയോഗപ്പെടുത്തണം. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈസാ നബി അലൈഹിസ്സലാം ഇന്നത്തെ രാത്രിയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് വല്ലാണ്ട് ഇന്നത്തെ രാത്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാം ഇന്നത്തെ രാത്രിയുടെ മഹത്വം അറിഞ്ഞ് ഒന്ന് ആ ഉമ്മത്ത് മുഹമ്മദിൽ ഞാൻ പെട്ടിരുന്നെങ്കിലോ. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈസാ നബി ഇന്നും മരിച്ചിട്ടില്ല. ഈസാ നബി വരും, ഉമ്മത്ത് മുഹമ്മദിൽ പെടും. ഉമ്മത്ത് മുഹമ്മദിൽ പെടുക, ഇന്നത്തെ രാത്രി ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതമുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നല്ല വെളുത്തൊരു പാറക്കല്ല് കണ്ട് അത്ഭുതത്തിൽ നോക്കുന്നു. ഇനിയും അത്ഭുതങ്ങൾ കാണണോ എന്നുള്ള ഒരു ചോദ്യം. അതാ ആ പർവ്വതം പൊട്ടിപ്പിളർന്നുകൊണ്ട് സുമുഖനായ ഒരാള് പച്ച വടിയും കുത്തി ഒരു മുന്തിരി മരത്തിൽ നിന്ന് മരം കാണുന്നത് ഭക്ഷണം കഴിക്കുന്നു. ഇതെന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വരുന്നു. നിങ്ങൾ ആരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി, ഞാൻ മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ആളാണ്. ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ 400 വർഷങ്ങളായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മഹത്വവും മഹിമത കേട്ടപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹ് എത്ര വലിയ ഭാഗ്യവൻ റബ്ബേ, ഇയാള് ഇത്ര വലിയ ഭാഗ്യവനായല്ലോ റഹ്മാനെ, ഇയാളെക്കാൾ വലിയ ഭാഗ്യവൻ വേറെ ഒരാളുമില്ല. എനിക്കും ഇത്ര ഒരു ഭാഗ്യത കിട്ടി. ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇയാളെക്കാൾ ഭാഗ്യവനുണ്ട്. ആരാണ് ചോദിച്ചപ്പോൾ ഉമ്മത്ത് മുഹമ്മദിൽ പെടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒരു റജബ് ശഅബാൻ മാസത്തിന്റെ പകുതി ഇന്നത്തെ രാത്രി ഒരാള്
കിട്ടി ഒരു 2 റക്അത്ത് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്താൽ ഇയാളെക്കാൾ വലിയ ഭാഗ്യവൻ എന്ന് പറയുമ്പോൾ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചു പോയി, ഉമ്മത്ത് മുഹമ്മദിൽ ഞാൻ പെട്ടിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഉമ്മത്ത് മുഹമ്മദിൽ പെടും. ഈസാ നബി വരും, വന്നിട്ട് ഇഞ്ചിൻ പ്രബോധനം ചെയ്യില്ല. മുത്തായ ഹബീബിന്റെ ഉമ്മത്തായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ഒരു പ്രവാചകനാണ് ആഗ്രഹിക്കുന്നത്, ഓർക്കണം. ഒരു പ്രവാചകനായിട്ട് പോലും ഉമ്മത്ത് മുഹമ്മദിൽ പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നത്തെ പകൽ, ഇന്നത്തെ രാത്രി ഒന്ന് ഹയാത്താക്കാൻ ഒരു അവസരത്തിന് വേണ്ടി അത്രയും മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നത്തെ രാത്രിയെ കുറിച്ച് ഒരുപാട്. കാരണം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഇന്നത്തെ രാത്രി ഏതെന്നറിയോ? ഇത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂൽ മാത്രമേ ഇത് ബറാത്തിന്റെ രാത്രിയാണ്. കൽബ് ഗോത്രന്റെ എണ്ണമനുസരിച്ച് ആളുകൾക്ക് നരകമോചനം നൽകുന്ന വിശാലമായ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇന്നത്തെ രാത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് നാം ഈ രാത്രിയെ ധന്യമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ടത് ഒന്നാമത്, നമുക്ക് നന്നായി ഇന്നത്തെ രാത്രിയുടെ മഹത്വം നാം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയോട് എല്ലാം പോരിശയും എല്ലാ ശ്രേഷ്ഠത എനിക്ക് കിട്ടണമെന്നുള്ള നല്ലൊരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രഥമമായി വേണ്ടത് നല്ലൊരു നീയത്താണ്. പിന്നെ ഇന്നത്തെ ബാദൽ മഗ്രിബിന്റെ ശേഷം സൂറത്ത് യാസീൻ 3 തവണ ഓതുക. 3 നീയത്തോടു കൂടി ആയിരിക്കണം. ബാദൽ അസറിന്റെ ശേഷമാണ് എന്ന് അഭിപ്രായം പറയുന്നുണ്ട്. അസറിന്റെ ശേഷവും ഓതാ, വീണ്ടും മഗ്രിബിനാണ് ഏറ്റവും നല്ലത്. മഗ്രിബിനും ഇത് ഓതാവുന്നതാണ്. മഗ്രിബിന് ഇത് ഓതുമ്പോൾ, ഒന്നാമത്തെ യാസീൻ നാം ഓതുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിന് വേണ്ടി, അള്ളാഹുവിന്റെ ത്വാഅത്തിനായി ജീവിക്കാൻ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിന് വേണ്ടി ദ്വാ ചെയ്യണം. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നൊക്കെ ഇബാദത്താണ്. ഭാര്യ മക്കളെ പോറ്റൽ അതിനും ഇബാദത്താണ്. അതൊക്കെ നല്ല നിയത്ത് വെച്ചാൽ അതിനും പ്രതിഫലമാണ്. അൽഹംദുലില്ലാഹ്, നാം എത്ര ഭാഗ്യവന്മാരല്ലേ. മുസ്ലിം ആയതിന്റെ പേരിൽ നമുക്ക് എല്ലാത്തിനും പ്രതിഫലമാണ്. നീയത്തൊന്ന് നന്നാക്കിയാൽ മതി. ജോലി ചെയ്യുമ്പോഴും പ്രതിഫലം, എല്ലാത്തിനും കൂലിയാണ്. അപ്പൊ ഇബാദത്തിന് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് ഒന്ന്. രണ്ടാമത്തെ യാസീൻ നാം ഓതുമ്പോൾ നീയത്ത് ചെയ്യേണ്ടത് റിസ്കിൽ വിശാലത കിട്ടാൻ വേണ്ടി. റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം, മറ്റും എല്ലാം നമുക്ക് ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹ് വിശാലത നൽകണം. അതിനു വേണ്ടിയുള്ള നീയത്ത്. മൂന്നാമത്തത് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി നീയത്ത് ചെയ്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുക. സൂറത്തിന് യാസീൻ ഓതുമ്പോൾ തെറ്റുകൂടാതെ കണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഓതാൻ കഴിയാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല നീയത്ത് ചെയ്തുകൊണ്ട് സ്വലാത്തുകൾ ധാരാളം ചൊല്ല. ചുരുങ്ങിയത് 100 ചെയ്ത് ഓരോന്നിനും നീയത്ത് വെച്ച് സ്വലാത്തുകൾ ചൊല്ല. അവർ ഓതു ചെയ്യാനൊക്കെ പാടില്ലാത്തതാണ്, അതൊക്കെ അറിയുന്നതാണ്. എന്നാൽ നീയത്ത് ചെയ്തുകൊണ്ട് അവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഗന്ധം ഉപയോഗിച്ച് വീടൊക്കെ നന്നായി വൃത്തിയാക്കി, നല്ല സുഗന്ധം, മലക്കുകൾ ഇറങ്ങി വരണല്ലോ. വൃത്തിയുള്ള വീട്ടിലേക്ക് മലക്കിറങ്ങി വരികയുള്ളൂ. വീടൊക്കെ നന്നായി ശുദ്ധീകരിച്ചു, സുഗന്ധമെല്ലാം ഉപയോഗിച്ച് നല്ല നിലക്ക്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഇദ്ഖാലുസുർ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ, മക്കള്, കുടുംബങ്ങൾ, മുഅ്മിനുകളുടെ കൽബിലേക്ക് സന്തോഷം നൽകുന്ന ഒരു കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കർമ്മമാണ്. അതുകൊണ്ട് വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഒന്ന് ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം, ഭാര്യമാർ എല്ലാവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു രീതിയിൽ. അതേപോലെ മറ്റൊരു കാര്യം, ഇന്ന് ദുആ കിജാബത്തുള്ള രാത്രിയായതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണം. പലവിധ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സന്തോഷത്തിനും റാഹത്തിലാക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം സൂറത്തു ദുഹാൻ ഓതുക. സൂറത്തു ദുഹാന്റെ 8 ആയത്ത് 30 തവണ ആവർത്തിച്ചുകൊണ്ട് ഓതുക. എന്നിട്ട് ദുആ ചെയ്യുക. അതൊക്കെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം, നേട്ടങ്ങൾ നമുക്കൊക്കെ അറിയാം. 70,000 മലക്കുകളുടെ പ്രാർത്ഥന ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാവൽ കിട്ടുകയാണ്. അതോടൊപ്പം ഓതേണ്ടത് മറ്റൊന്ന് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ദിക്ർ
അത് 100 തവണ ചൊല്ലാം. അതേപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അതും 100 തവണ ചൊല്ലാം. അതുപോലെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ 70 പ്രാവശ്യം. ഇത് സ്വലാത്ത് കിതാബിലേക്ക് നോക്കിയാൽ നന്നായി കാണാം. ഇതൊക്കെ എഴുതാം. ഇത് വേണമെങ്കിൽ ഇതിന്റെ ദിക്റൊക്കെ നമ്മ ഡിസ്ക്രിപ്ഷനിൽ ഇൻഷാ അല്ലാഹ് കൊടുക്കാവുന്നതാണ്. ഇത് 70 തവണ. അതുപോലെ ഖുർആൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്ക് ഇത് പരിഹാരമാണ് ഈ ദിക്റ്. കാരണം മുത്തായ റസൂൽ പഠിപ്പിച്ചതാണ് കലിമത്തുൻ ഇൻദി, എന്റെ അടുക്കൽ ഒരു കലിമത്തുണ്ട്, അത് യൂനുസ് നബിയുടെ കലിമത്താണ്. ആ കലിമത്ത് ഒരാൾ ചൊല്ലിയാൽ ഇല്ലാ ഫറജ അൻഹു, അവന്റെ എല്ലാ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് 100 തവണ ചൊല്ലാം. അതോടൊപ്പം സ്വലാത്തിന്റെ മാസമായതുകൊണ്ട് ധാരാളം സ്വലാത്ത്, ചുരുങ്ങിയത് 100എങ്കിലും ഇൻഷാ അല്ലാഹ് ചൊല്ലണം. അതോടൊപ്പം സിയാറത്ത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് നാം മറന്നു പോകരുത്. അവരെ ഖബറിന്റെ അരികിൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്യണം. സ്ത്രീകൾ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി അദ്യാകൾ നൽകണം. എന്തെങ്കിലും സ്വതക്കയോ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ ഓതിട്ട് അദ്യ ചെയ്യുകയോ എന്തെങ്കിലും ഒന്ന് ആ കുടുംബത്തിന് വേണ്ടി, ആ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ഭാഗത്തുണ്ടാകണം. അവൻ നമ്മുടെ വീട്ടിന്റെ അരികിൽ വന്ന് പറയും, നിങ്ങൾ മറക്കല്ലേ, ഇത് മുബാറക്കായ രാത്രിയാണ്, ഇത് ബറാത്തിന്റെ രാത്രിയാണ്. ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് ലുക്കുമത്തൻ വാഹി ചെറിയ എന്തെങ്കിലും ഒന്ന് ദാനധർമ്മം ചെയ്തുകൊണ്ട് നിങ്ങളെ ഓർക്കണേ. എന്നും കഴിയുന്നില്ല ഒരു ദുആ, നിങ്ങൾ പിഷ്കന്മാരാണ്, ദുആ ചെയ്യണേ എന്ന് അവർ ഇങ്ങനെ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നാളത്തെ നോമ്പ് അതിന്റെ നീയത്തും ഇൻഷാ അല്ലാഹ് ഷഅബാനിന്റെ 1-ാമത്തെ ഷഅബാന്റെ ഒരു നോമ്പ് ഞാൻ നോക്കുന്നു എന്ന് നിയത്ത് ചെയ്യും. ഒരു നോമ്പ് നോക്കിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബറാത്തിന്റെ നോമ്പ് എന്ന് 2 അങ്ങനെ നിയത്ത് 2 പ്രതിഫലം കിട്ടി. അതുപോലെ അയ്യാമുൽ ബീദ് എന്ന് നിയത്ത് ചെയ്യാം. കാരണം 15ന്റെ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ടല്ലോ, കളാകപ്പെട്ട നോമ്പുണ്ടല്ലോ, അതും നിയത്ത് ചെയ്യും. ഇതിന്റെ എല്ലാം പ്രതിഫലം ഒറ്റ നോമ്പ് കൊണ്ട് നമുക്കൊക്കെ നേടാൻ സാധിക്കും. ഇത്ര കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് ഇമാം ജമാഅത്തായി കൊണ്ട് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി വളരെ മനോഹരമായ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശാലമുള്ള വിഷയത്തെ വളരെ ചുരുക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവരിലേക്കും ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.